ഡൽഹിയിൽ സിവിൽ സർവീസ് അക്കാദമിയിൽ വെള്ളം കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച നെവിൻ ഡാർവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി ബന്ധു ഡൽഹിയിലേക്ക് തിരിക്കും. തിരുവനന്തപുരത്തെ കുടുംബ വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾക്കും സാധ്യത. എറണാകുളം കാലടി നീലേശ്വരത്തെ നെവിൻ ഡാർവിന്റെ വീട്ടിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിലെ സിവിൽ സർവീസ് അക്കാദമിയിൽ വെള്ളം കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളി നിവിൻ ഡാർവിൻ്റെ കാലടി നീലേശ്വരത്തുള്ള വീട്ടിലാണ് ഞാനുള്ളത്. തിരുവനന്തപുരം സ്വദേശികളാണ് ഈ കുടുംബം. നിവിൻ്റെ മാതാവ് ലാസ്നെറ്റ് കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപികയാണ്. അച്ഛൻ ഡാർവിൻ സുരേഷ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു. മാതാവിൻ്റെ ജോലിയുടെ ഭാഗമായാണ് കാലടി സർവകലാശാലയിലെ ജോലിയുടെ ഭാഗമായിട്ടാണ് 10 വർഷം മുൻപ് ഇവിടെ വീട് വാങ്ങിക്കുകയും ഈ കുടുംബം ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തത്. നിവിനും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനവുമൊക്കെയായി മുന്നോട്ട് പോകുന്ന യുവാവായിരുന്നു. ആവശ്യമുള്ള കാര്യത്തിന് ആവശ്യമെങ്കിൽ മാത്രമായിരുന്നു നാട്ടിൽ വന്നിരുന്നത് എന്നുള്ള കാര്യമാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്കായിരിക്കും കൊണ്ടുപോകുക എന്നുള്ള വിവരവുമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമൊക്കെയായിട്ട് നിവിൻ്റെ ഒരു ബന്ധു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 ശേഷം ഡൽഹിയിലേക്ക് വിമാനം കയറുമെന്നും നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് അയൽവാസികളായുള്ള ആളുകൾ ഈ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. ജനപ്രതിനിധികളുമുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രതിനിധിയും ഒപ്പം തന്നെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയുമായ ആൾ നമ്മോട് ഇപ്പോൾ ചേരുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ്? ഈ മൃതദേഹം ഇവിടേക്കാണോ തിരുവനന്തപുരത്തേക്കാണോ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായോ? എന്തൊക്കെ വിവരങ്ങളാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്? മൃതദേഹം ഇവിടെ കൊണ്ടുവരുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഈ ആളുടെ അമ്മയുടെ ഒരു സഹോദരൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ അച്ഛനും അമ്മ ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ള നിലയ്ക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. ഈ ദുരന്ത വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്നും പോയിട്ടില്ല. വീട്ടിലുള്ള ബന്ധുക്കളാരും അല്ലെങ്കിൽ ഇവരുടെ സ്വന്തക്കാരും ഇവിടെ വന്നിട്ടില്ല ഇപ്പോൾ ഇതുവരെ. പിന്നെ അയൽക്കത്തുള്ള ആളുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ വന്നാലാണ് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. തിരുവനന്തപുരം സ്വദേശികൾ ആണ്. അതുകൊണ്ട് തന്നെ കുടുംബവും ബന്ധുക്കാരും എല്ലാം തിരുവനന്തപുരത്തായിരിക്കും അല്ലേ? അതെ. ഇവർ തിരുവനന്തപുരം പാറശാല 2 ഭാഗങ്ങളായിട്ടാണ് ടീച്ചറും ഈ സാറും ഉള്ളത്. അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ തന്നെയാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ബന്ധുമിത്രാദികളും മറ്റ് ആളുകളുമെല്ലാം ഇവിടേക്ക് വരും. അവരെല്ലാം തിരുവനന്തപുരം സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും ഇപ്പോൾ വീട്ടിലില്ല, പള്ളിയിലാണ്. അപ്പോൾ നിവിൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം വീട്ടിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തന്നെയായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അവിടെയാണ് ബന്ധുമിത്രാദികളും മതപരമായ പള്ളി സമുദായവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഉള്ളത്. അപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി നിവിൻ്റെ ബന്ധു ഡൽഹിക്ക് തിരിക്കുന്നുണ്ട്. അതിനുശേഷം മൃതദേഹം ഏറ്റുവാങ്ങും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഈ ബന്ധുവിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കും. തിരുവനന്തപുരത്തേക്കായിരിക്കും മൃതദേഹം എത്തിക്കുക എന്നുള്ള ഒരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്.